ഹലോ, ഇന്ന് ജുവലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കേക്കൊന്നും ഇല്ലാതെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പം ജുവലിന് പാലപ്പം കഴിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പാലപ്പം റെഡിയാക്കി, ബീഫും കറിയും ഉണ്ടാക്കി. സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേക്ക് പാലപ്പത്തിൻ്റെ മാവ് കൊണ്ടൊക്കെ എഴുതി ഒന്ന് ജുവലിനെ സർപ്രൈസ് ആക്കാമെന്ന് കരുതി. അങ്ങനെ പൊന്നൂസ് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞൊന്നും പാലപ്പം കണ്ട് ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. പള്ളിയിലൊക്കെ പോയിട്ട് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായി തുടങ്ങി. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ സർപ്രൈസായി. ഡ്രസ്സൊക്കെ ഡാൻസിന് പോകാനൊക്കെ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ കുറേ കളർ പെന്നും ഗ്ലിറ്റർ പെൻസൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു റേസിംഗ് സ്കൂട്ടറും അതിൻ്റെ ഹെൽമെറ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ കൊടുത്തു. അതൊക്കെ ഓപ്പൺ ചെയ്തു രാവിലെ തന്നെ. പിന്നെ ഒരു സർപ്രൈസ്ഡ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയുള്ള തിരക്കിലായിരുന്നു. എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ലാസ്റ്റ് ഗിഫ്റ്റ് പൊളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് ഡൗട്ട് തുടങ്ങി. കണ്ടപ്പോൾ സർപ്രൈസ്ഡായി. പെട്ടെന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാൻ വേണ്ടി തിരക്കിലാണ്. അങ്ങനെ അവസാനമായ സർപ്രൈസ് എന്നാന്നറിയാൻ വേണ്ടി നോക്കി ഇരുന്ന് കയ്യിലെടുത്തപ്പോൾ മനസ്സിലായി LED മേക്കപ്പ് മിററാണെന്ന്. അങ്ങനെ അവൾ ഹാപ്പിയായി. മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ LED മിറർ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞു കേക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഹാപ്പിയായി. ഇന്നത്തെ ബർത്ത്ഡേ എനിക്ക് ഇങ്ങനെ ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി LED മിററൊക്കെ കണ്ട് ആസ്വദിച്ച് റേസിംഗ് സ്കൂട്ടറൊക്കെ ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകാൻ റെഡിയായി. അത് കഴിഞ്ഞ് വന്ന് ഹാപ്പിയായി, സന്തോഷമായി. അങ്ങനെ കേക്കും ആഘോഷങ്ങളും ഇല്ലാതെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം.